ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയിൽ ഉൾപ്പെട്ടവരിൽ ഓരോ ആളുകളുടെയും വോട്ട് നില എത്രയാണെന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. ഇത് ഉച്ചയ്ക്ക് 2 മണിവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് തയ്യാറാക്കിയ കണക്കുകളാണ്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഷാനവാസ് തന്നെയാണ്. രാവിലെ പറഞ്ഞതുപോലെ അനുമോളെ പിന്തള്ളി ഷാനവാസ് 23,480 വോട്ടുകളുടെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. തൊട്ട് താഴെ വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രം രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് അനുമോൾ. 22,700 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഷാനവാസും അനുമോളുമാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ ഈ ആഴ്ച കണ്ടൻറ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. അവരാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മൂന്നാം സ്ഥാനത്തുള്ള റെന ഫാത്തിമയ്ക്ക് 15,300 വോട്ടുകളാണ് ഉള്ളത്. നാലാം സ്ഥാനത്ത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തിന് 13,240 വോട്ടുകളാണ്. ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം, അപ്പാനി ശരത്ത് കുടുംബത്തെ കാണണമെന്നൊക്കെ പറഞ്ഞ് കൺവെൻഷൻ റൂമിൽ വിളിച്ച് സംസാരിച്ചതൊക്കെ ഇമോഷണലി കുറച്ച് പ്രേക്ഷകരെ സ്വാധീനിക്കാൻ വഴിയുണ്ട്. അങ്ങനെ 13,240 വോട്ടുകൾ നേടിയ അപ്പാനി ശരത്ത് 4ാം സ്ഥാനത്ത് തുടരുകയാണ്. 5ാം സ്ഥാനത്തുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്നത് 10,470 വോട്ടുകളാണ്. ഈ അക്ബറും അപ്പാനിയും ഏകദേശം ഒരേ ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഒരു പക്ഷേ ഇവർ രണ്ടുപേരിൽ ഒരാൾ നോമിനേഷന് വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വോട്ട് കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. 6ാം സ്ഥാനത്തുള്ള ഒനിയൽ സാബു 8,100 വോട്ടാണ്. സാബുവിന് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ കാണാനേ കഴിയുന്നില്ല. കാര്യം ബിഗ് ബോസ് വീട്ടിൽ ഇരുന്നു കൊണ്ട് ബിഗ് ബോസ് ലൈവ് കാണാനൊരു ഭാഗ്യം വേണമല്ലോ. അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഈ സാബുവും അതുപോലെ സരികയൊക്കെ. എന്തായാലും 7ാം സ്ഥാനത്തുള്ളത് ശൈത്യയാണ്. ശൈത്യയ്ക്ക് സാബുവുമായി നേരിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 7,940 വോട്ടാണ് ശൈത്യയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ശാരികയ്ക്ക് 7,500 വോട്ടുകളും കലാഭവൻ സരികയ്ക്ക് 6,790 വോട്ടുകളും കിട്ടി. ഇതനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം ഒന്നാം സ്ഥാനത്തിന് വേണ്ടി കടുത്തൊരു മത്സരമുണ്ട്. ഷാനവാസും അനുമോളും തമ്മിലാണ് ആ മത്സരം നടക്കുന്നത്. എന്നാൽ ആരാണ് ഈ ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ച പുറത്ത് വിട പറയുന്നത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അത് കലാഭവൻ സരികയായിരിക്കും, ഏകദേശം ഉറപ്പാണ്. കലാഭവൻ സരിക എന്തായാലും ബിഗ് ബോസ് വീടിനോട് വിട പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കലാഭവൻ സരികയോ അല്ലെങ്കിൽ ശാരികയോ ശൈത്യയോ സാബുവോ ഇവർ 3 പേര് ഒരാൾ ബിഗ് ബോസിനോട് എന്തായാലും വിട പറയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി ആ ബിഗ് ബോസ് വീട്ടിൽ തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വോട്ട് ചെയ്ത് അവിടെ നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ലാലേട്ടൻ പറയുന്നത് പോലെ ബിഗ് ബോസിന് നല്ല കണ്ടൻറ്റ് കൊടുക്കാൻ ശേഷിയുള്ള നല്ല ഗെയിം സ്പിരിറ്റുള്ള ആളുകളെ അവിടെ നിലനിർത്തുക. ഒരു ഉപകാരവും ഇല്ലാതെ വെറുതെ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് കയറി ലൈവ് കാണാൻ ശ്രമിക്കുന്ന ആൾക്കാരെ പുറത്താക്കുക. അപ്പോൾ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. അതുവരെ ബൈ.